യഥാർത്ഥ സ്വീകരിക്കുന്ന തൗബയല്ല. ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്. എന്താ അവരുടെ കുറവ്? അവരിൽ നിന്നിട്ട് ഒരാളുടെ വിശ്വാസം എന്താണ്? മരണമാസന്നമായാൽ ചൊല്ലിയേക്കാം. ആരടാ പറഞ്ഞത് നീ മരിക്കുന്നത് എപ്പോഴാണ്? നിന്റെ പോക്കറ്റിൽ എന്താ തീയതിയൊക്കെ ഇറങ്ങി തന്നിട്ടുണ്ടോ? അവിടെ തയ്യാറാണോ? ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കടന്നു മരിക്കാം, അങ്ങനെ കേട്ടോ? നിനക്ക് എന്തറിയാ? ഇന്നത്തെ മരണത്തെ കുറിച്ച് അറിയില്ലേ? ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബഖീ എന്ന മദീനയിലുള്ള ഖബർസ്ഥാനത്തിന്റെ പേരാണ് ബഖീ. ബഖീൽ ഖബർസ്ഥാനത്തിൽ ഖബറടക്കാൻ വേണ്ടി മയ്യത്തുകളുടെ കൂടെ പോയി. 5 മയ്യത്തുണ്ട്. ഒരു മയ്യത്തിനെ കുറിച്ച് കൂട്ടുകാരൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കല്യാണം ഇന്ന് രാത്രിയായിരുന്നു, വയസ്സ് 22 അന്ന് രാത്രി കല്യാണം പോയി. അങ്ങനെയാണ്. ആളെ നോക്കിയിട്ടോ അങ്ങനെ ഒരു പ്രത്യേക ഉറപ്പോ സ്നേഹമോ ബന്ധമോ പറയാൻ എനിക്ക് നിങ്ങൾക്കുമുണ്ടോ? അള്ളാഹ് എന്നോട് എന്തോ ഒരു സ്നേഹം, അതുകൊണ്ട് എന്നെ അള്ളാഹ് അങ്ങനെ ഒന്നും പിടിക്കൂല എന്ന് പറയാനുണ്ടാവും? ഇല്ലല്ലോ. അതുകൊണ്ട് മരിക്കാൻ പോകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയേക്കാം എന്ന വ്യാമോഹം വെച്ചുകൊണ്ട് തൗബയെ, പശ്ചാത്താപത്തെ നീട്ടിവെക്കുക എന്ന സ്വഭാവം അള്ളാഹ് എതിർക്കുന്നു ഖുർആനിലൂടെ, സൂറത്തുൻ നിസായിലൂടെ. എന്ന് മാത്രമല്ല, ആ തൗബ അത് ഫറോവയുടെ തൗബയാണ്. നിങ്ങൾ കേട്ടില്ല? ഫറോവ എന്ന മനുഷ്യൻ പരാക്രമി ഈജിപ്തിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, മറ്റു ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഫറോവ എന്ന് പറയുന്ന ഒരു പരാക്രമി എന്ന് പറയുന്നുണ്ട്. മൂപ്പരോ എല്ലാ തോന്നിയാസം ചെയ്തു, വേണ്ടതൊക്കെ ചെയ്തു, ഇഷ്ടമുള്ള പോലെ കൊന്നു, പരാക്രമിയായി ജീവിച്ചു. ചോര കണ്ടാലേ മൂപ്പർക്ക് ഉറക്കം വരികയുള്ളൂ. ദൈനംദിനം ചോര കാണണം, കൊല്ലണം, അതാണ് മൂപ്പരുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ആളുകളൊക്കെ പിടിച്ച് കൊന്നു ഈജിപ്തിൽ. അങ്ങനെ പരാക്രമിയായി അവസാനം പറയാൻ തുടങ്ങി ആരും പറയാത്ത പദം, അല്ല മൂസ, നിനക്കൊരു ദൈവം ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം, പക്ഷെ ആ ദൈവത്തെ സൃഷ്ടിച്ച ദൈവവും ഞാൻ തന്നെയാണ്. ഇതാരും അതുവരെ പറയാത്താണ്, ഇതുവരെ ആരും പറയാത്തതാണ്. അത് ഏത്? നിങ്ങളുടെ റബ്ബുകളുടെ ഏറ്റവും ഉന്നത റബ്ബ് ഞാനാണെന്ന് പറഞ്ഞറിഞ്ഞു. അത്രയും വലിയ പരാക്രമം ചെയ്ത പരാക്രമി മരിക്കാൻ കൊല്ലാനുള്ള തീരുമാനിച്ചു. എങ്ങനെയാണ്? മുക്കിക്കൊല്ലാൻ. അതിന് കാരണം പറയുന്നത് കഥയിൽ, ഇസ്രായേലി കഥയായിരിക്കാം. എന്താണ്? മൂപ്പരോട് ചോദിച്ചോലോ, എന്താ? ജിബ്രീലിലൂടെ ആയിരിക്കാം ചോദ്യം. നീ ഒരു മനുഷ്യൻ നിന്റെ അടിമയാണെങ്കിൽ ആ അടിമയോട് നീ അടിമ വേല ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ആ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ നീ എന്ത് കാട്ടുമെന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഒറ്റയടിക്ക് അവൻ പറഞ്ഞല്ലോ, അവനെ മുക്കിക്കൊന്നളയോ. ആര്? ഫറോവ പറഞ്ഞതാണ്, അവനെ എന്റെ വാക്ക് പാലിക്കാത്ത അടിമയെ ഞാൻ മുക്കിക്കളയുന്നു. അത് തന്നെയാണ് മൂപ്പരയ്ക്ക് സംഭവിച്ചത്. മൂപ്പരെ മുക്കിക്കൊന്നു ആര്? റബ്ബ്, യജമാനായ റബ്ബിനെ ശ്രദ്ധിച്ചല്ലോ കൽപ്പിച്ച കൽപ്പന ധിക്കരിച്ചതായ ഫറോവയെ അള്ളാഹ് മുക്കിക്കൊന്നു. അങ്ങനെ മുക്കിക്കൊല്ലാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എറിഞ്ഞതായ ആ കടലിലേക്ക് എറിയപ്പെട്ട വേളയിൽ പറയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. എന്താണ്? ആമന്തു, ഫറോവയുടെ വാക്ക് ഖുർആൻ പറയാണ്. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു രക്ഷിതാവേ, ബില്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. എങ്ങനെയുള്ള അല്ലാഹുവാണ്? ഞാൻ ഇലാഹല്ല, അല്ലാഹ് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ട, പ്രാർത്ഥിക്കപ്പെടേണ്ട, അർക്കപ്പെടേണ്ട. അഥവാ ആർക്ക് വേണ്ടി അർക്കണം? അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ അർക്കാവൂ. ആർക്ക് വേണ്ടി നേർച്ചയാക്കണം? അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ നേർച്ചയാക്കൂ ആക്കാവൂ. ആർക്ക് വേണ്ടി ജീവിക്കണം? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ജീവിക്കാവൂ. അങ്ങനെയുള്ള വൻശക്തി അത് റബ്ബ് മാത്രമാണ്. മൂസയുടെ റബ്ബ്, അതുപോലെ തന്നെ ഹറൂന്റെ റബ്ബ്, അതുപോലെ ബനൂ ഇസ്രായേലിന്റെ റബ്ബ്. ആ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. അവൻ ഏകൻ. നോക്കൂ തൗഹീദിന്റെ വചനങ്ങൾ അവൻ പറഞ്ഞത്, വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. ഖുർആൻ പറയാണ്, ഖുർആൻ പറയാണ്, വിശുദ്ധ ഖുർആനിൽ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ അല്ലാഹ് പറയുന്നു, ഫറോവ മരിക്കാൻ പോകുമ്പോൾ അത് പറഞ്ഞു, വഅന മുസ്ലിം മിനൽ മുസ്ലിമീൻ. ജിബ്രീൽ പറയുന്നു റസൂലിനോട് വഹി കൊടുക്കുമ്പോൾ, നമ്മുടെ റസൂലിലൂടെയാണ് നമുക്ക് കിട്ടിയത്. റസൂലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ചോദിച്ചു, എന്താണ് ജിബ്രീൽ? ഞാൻ ആ കളിമണ്ണെടുത്തിട്ട് അവന്റെ തൊള്ളയിലേക്ക് തള്ളി അള്ളാഹ് പറഞ്ഞതനുസരിച്ചിട്ട്, എന്നിട്ട് പറഞ്ഞു അൽആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ നിനക്ക് തൗബ ചെയ്യാൻ ടൈം കിട്ടിയത്? ഇതുവരെ നിനക്ക് ചാൻസ് ഉണ്ടായിരുന്നില്ലേ? നീ ഇതുവരെ തോന്നിവാസിയായി പരാക്രമിയായി ജീവിച്ചിട്ട് ഇപ്പോൾ ശിക്ഷ കാണുമ്പോൾ തൗബയുടെ വാതിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം അടക്കപ്പെട്ടപ്പോൾ നീ തൗബ ചെയ്യാൻ നിൽക്കുക, നിന്റെ തൗബയ്ക്ക് വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തൊള്ളയിലേക്ക് ഞാൻ മണ്ണ് കയറ്റിയ അല്ലെങ്കിൽ കളിമണ്ണ് കയറ്റിയ രംഗം റസൂലെ നിങ്ങൾ കണ്ടിരുന്നു എങ്കിൽ എന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഇതാണ് ഫറോവയുടെ തൗബ. ഫറോവയുടെ തൗബയാണ് നിങ്ങൾ കേട്ടത്. മരിക്കാൻ കിടക്കുമ്പോൾ ചെയ്ത തൗബ. ആ തൗബക്ക് പ്രയോജനമില്ല. മരിക്കാൻ കിടക്കുമ്പോൾ അതുവരെ നീട്ടി വെച്ചിട്ട് എന്താ പ്രയോജനമില്ലാത്തത്? ആ സമയത്ത് ഒരു നിങ്ങൾ കേട്ട് പഠിച്ചിട്ടായിരിക്കും പലപ്പോഴും. ചിലപ്പോൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചോട്ടെ. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പറയാനുള്ളതാണ്, പുതിയത് പറയാൻ പോകത്തില്ല. അള്ളാഹ് ഇറക്കിയത് റസൂൽ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ റസൂൽ പറയുന്നു, തൗബയുടെ വാതിൽ അടക്കപ്പെടും ഗർഗറത്തിലേക്ക് എത്തിയാൽ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ മരിക്കാൻ